നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തൃശൂർ പൂര വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്ത് സ്ഫോടനം, 14 മരണം, 5 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ. വെടിക്കെട്ട് ദുരന്തം അടിയന്തര സാഹചര്യം നേടാൻ 50 ലക്ഷം രൂപ അനുവദിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനം, മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജനവിധി തേടി തമിഴ്നാടും ബംഗാളും, പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശം. 10 കൊല്ലം മുമ്പ് പുറ്റിങ്ങൽ ദുരന്തം, അന്ന് പൊലിഞ്ഞത് 110 ജീവൻ. കൊച്ചിയിൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥി വെള്ളച്ചാലിൽ വീണു, ആദം യാത്രയായി. തീരാ നോവായി വിനോദയാത്ര. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അപേക്ഷകരുടെ എണ്ണം 18 ലക്ഷം കടന്നു. ഏപ്രിൽ മാസത്തെ വിതരണം ഉടൻ. അവനെ എല്ലാവരും കൂടി തള്ളിയിട്ട് കൊന്നതാ, കോളേജിലെത്തി നിതിന്റെ കുടുംബം. അനധികൃത ലോൺ ആപ്പുകളുടെ വലയിൽ വീഴലെ മുന്നറിയിപ്പുകളുമായി കേരള പോലീസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന 5 വെടിമരുന്ന് പുരകളിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ 14 പേർ മരിച്ചു. 5 മൃതദേഹങ്ങളും 3 പേരുടെ ശരീരാവശിഷ്ടങ്ങളും ലഭിച്ചതായി തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച 12 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. മരണപ്പെട്ടവരിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. 70% പൊള്ളലേറ്റുണ്ട്. ഉച്ചയ്ക്ക് 3:30 ആദ്യ സ്ഫോടനം ഉണ്ടായത്. പിന്നീട് 2 മണിക്കൂറോളം തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും തീ പടരുകയുമായിരുന്നു. വൈകിട്ട് 6 മണിയോടെ തീ അണച്ചു. എങ്കിലും സ്ഥലത്ത് നിന്ന് വൻതോതിൽ പുക ഉയരുന്നുണ്ട്. പൊട്ടാതെ കിടക്കുന്ന വെടിമരുന്ന് സാമഗ്രികളും ഭീഷണി ഉയർത്തുന്നു. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോടാണ് സ്ഫോടനം നടന്നത്. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസ് മുണ്ടത്തിക്കോട് സതീഷിൻ്റെ വെടിക്കെട്ട് പുരയിലായിരുന്നു അപകടം. വെടിക്കെട്ടിൻ്റെ പ്രധാന ചുമതലക്കാരനായ സതീഷിനുൾപ്പെടെ ഉള്ളവർക്കാണ് പൊള്ളലേറ്റത്. ചെറിയ വഴിയായതിനാൽ ഫയർഫോഴ്സ് സംഘത്തിന് സംഭവസ്ഥലത്ത് എത്താൻ പ്രയാസം നേരിട്ടു. തുടർന്ന് സമീപത്തെ മതിൽ തകർത്താണ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയത്. ഈ മാസം 24 നടക്കേണ്ട തൃശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള പടക്കമായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത്. 2 വലിയ സ്ഫോടനമാണ് ആദ്യം കേട്ടത്. കിലോമീറ്ററോളം അകലേക്ക് സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെടിക്കെട്ട് ദുരന്തം അടിയന്തര സാഹചര്യം നേടാൻ 50 ലക്ഷം രൂപ അനുവദിച്ചു. തൃശൂരിൽ മുണ്ടത്തിക്കോട് പടത്ത് വെടിക്കെട്ട് നിർമ്മാണശാല പൊട്ടിത്തെറിച്ചുണ്ടായ ദുരന്തത്തിൽ അടിയന്തര സാഹചര്യം നേടുന്നതിനായി 50 ലക്ഷം രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തുക അടിയന്തരമായി റിലീസ് ചെയ്യുന്നതിന് ദുരന്ത നിവാരണ വകുപ്പ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഇത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനം, മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂരിൽ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ RDOയ്ക്ക് നിർദ്ദേശം നൽകി. സ്ഫോടനം നടന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായും അഗ്നിരക്ഷാസേനയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കുന്നതായും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് ആവശ്യമായ വെള്ള ടാങ്കറുകൾ എത്തിച്ചു നൽകുന്നുണ്ട്. രാത്രിയാകുന്നതിനാൽ രക്ഷാപ്രവർത്തനം തടസ്സം കൂടാതെ നടക്കാനായി ലൈറ്റുകൾ സജ്ജമാക്കുന്നുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിലെ ആശുപത്രികൾക്ക് സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിയന്ത്രിക്കാവുന്ന നിലയിലാണ്. ഏകദേശം 30-നും 40-നും ഇടയിൽ ആളുകൾ വെടിക്കെട്ട് പുരയിൽ ജോലി ചെയ്തിരുന്നതാണ് വിവരം. 23 വരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ആരെങ്കിലും കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പുറത്തെത്തിക്കുക എന്നതാണ് പ്രാഥമിക ദൗത്യം. 4 പേരാണ് രക്ഷപ്പെട്ടതെന്നാണ് വിലയിരുത്തലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം ഉണ്ടായത്. പത്ത് കൊല്ലം മുൻപ് പുറ്റിങ്ങൽ ദുരന്തം, അന്ന് പൊളിഞ്ഞത് 110 ജീവൻ. രാജ്യം നടുങ്ങിയ പുറ്റിങ്ങൽ ദുരന്തം സംഭവിച്ച് 10 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശൂർ മുണ്ടത്തിക്കോട് പാടത്തും വെടിക്കെട്ട് ദുരന്തം ആവർത്തിച്ചത്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിന് സമാപനം കുറിച്ച് നടന്ന വെടിക്കെട്ടിനിടെ ഉണ്ടായ സ്ഫോടനമാണ് അന്ന് വൻ ദുരന്തത്തിൽ കലാശിച്ചത്. 110 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 656 പേർക്ക് പരിക്കേറ്റു. അതിൽ 500ഓളം പേരുടെ പരിക്ക് ഗുരുതരമായിരുന്നു. ദുരന്തത്തിൽ 358 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. റവന്യൂ അധികൃതർ കണക്കാക്കിയിട്ടുള്ള നഷ്ടം 2.5 കോടി രൂപയാണ്. ഏപ്രിൽ 10, 2016 പുലർച്ചെ 3:11 സ്ഫോടനം. 356 വീടിന് കേടുണ്ടായി.
KCBക്ക് 58 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ദുരന്തം നടന്നത് 10 വർഷം കഴിയുമ്പോഴും സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് 1734/2023 നമ്പറിൽ ചാർജ് ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ കുറ്റപത്രം പരവൂർ കോടതിയിൽ സമർപ്പിച്ചു. 1 മുതൽ 15 വരെയുള്ള പ്രതികൾ ക്ഷേത്രഭരണ സമിതി ഭാരവാഹികളാണ്. 16 മുതൽ 20 വരെയുള്ള വെടിക്കെട്ടുകാരുമാണ്. 21ാം പ്രതി വെടിക്കെട്ടിന് നേതൃത്വം നൽകിയ ആളാണ്. 22 മുതൽ 25 വരെയും 28 മുതൽ 41 വരെയും 41 മുതൽ 55 വരെയുമുള്ള പ്രതികൾ വെടിക്കെട്ടുകാരുടെ തൊഴിലാളികളുമാണ്. 57 മുതൽ 59 വരെയുള്ള പ്രതികൾ വെടിക്കെട്ടുകാർക്ക് സ്ഫോടന വസ്തുക്കൾ വിതരണം ചെയ്തവരുമാണ്. 1000-ലധികം പേർ സാക്ഷികളായുണ്ട്. കൊച്ചിയിൽ പ്രീ സ്കൂൾ വിദ്യാർത്ഥി വെള്ളച്ചാലിൽ വീണു. ആദം യാത്രയായി, തീരാനോവായി വിനോദയാത്ര. പ്രീ സ്കൂൾ വിദ്യാർത്ഥി വെള്ളച്ചാലിൽ വീണു മരിച്ചു. കിഴക്കമ്പലം പഴങ്ങാട് ജംഗ്ഷനിൽ പാർക്കിൽ അധ്യാപകർക്കും സഹപാഠികൾക്കുമൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ കോട്ടയം ചെങ്ങള സൗത്ത് വലിയക്ക വീട്ടിൽ മുഹമ്മദ് നസീറിന്റെയും ആരിഫയുടെയും മകൻ മുഹമ്മദ് ആദമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. സ്കൂളിന്റെ പാലാരിവട്ടത്തെയും മാമാലേരിയും കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള 25 കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം പാർക്കിലെത്തിയത്. ഇതിനു മുമ്പും കുട്ടികളുമൊത്ത് അധ്യാപകർ ഇവിടെ വന്നിട്ടുണ്ട്. സംസാരിക്കുന്നതിൽ വെല്ലുവിളി നേരിടുന്ന ആദത്തിന് അധ്യാപകർ പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. എന്നാൽ ഇതിനിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാനായി പാർക്കിലെ ഒരു മുറിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനിടെ ഒരു കുട്ടി മുറിയിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയ കുട്ടിയെ പിടിക്കാൻ പുറകെ പോകുന്നതിനിടെ ആദത്തിനെ നിലത്തു നിർത്തി. ആദം മുറിയിൽ ഉണ്ടാകുമെന്നായിരുന്നു ധാരണ. ഓടിപ്പോയ കുട്ടിയുമായി തിരികെ എത്തി കുട്ടികൾക്ക് ഭക്ഷണം നൽകിയ ശേഷം കുട്ടികളുടെ എണ്ണം എടുക്കുമ്പോഴാണ് ആദത്തിനെ കാണുന്നില്ലെന്ന് അറിയുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പാർക്കിന് പുറകിലായിരുന്നു ചാലിലെ വെള്ളത്തിനിടയിൽ ആദത്തിന്റെ ടീഷർട്ട് നിറം ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ പാർക്കിലെ ജീവനക്കാരൻ ചാലിലിറങ്ങി ആദത്തിനെ പുറത്തെടുത്തു. ഉടൻ അതിപ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു. പിന്നാലെ പഴങ്ങനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആദത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അനധികൃത ലോൺ ആപ്പുകളുടെ വലയിൽ വീഴലിലെ മുന്നറിയിപ്പുകളുമായി കേരള പോലീസ്. മോഹന വാഗ്ദാനങ്ങളുമായി ലോൺ നൽകി കെണിയിലാക്കുന്ന ലോൺ ആപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. നിയമാനുസൃതമല്ലാതെ മോഹിപ്പിക്കുന്ന പരസ്യങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ലോൺ ആപ്പുകളുടെ കെണിയിൽ വീണ് ജീവിതം ഹോമിക്കുന്ന യുവതലമുറക്കാരുടെ എണ്ണവും കുറയുന്നില്ല. ഇത്തരം ആപ്പുകൾ പലപ്പോഴും ലളിതമായ രീതിയിൽ ലോൺ വാഗ്ദാനം ചെയ്തത് ഫോണിലെ വിവരങ്ങൾ ചോർത്തുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. സുരക്ഷിതമായിരിക്കാൻ മുൻകരുതലുകൾ വേണമെന്നും കേരള പോലീസ് നിർദ്ദേശിച്ചു. ഇവ ശ്രദ്ധിക്കുക. ആപ്പിന്റെ ആധികാരികത പരിശോധിക്കുക. RBI അംഗീകാരം ലോൺ നൽകുന്ന ആപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കുകളായോ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുമായോ ബന്ധമുള്ളതോ എന്ന് പരിശോധിക്കുക. അനുമതികൾ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പ് നിങ്ങളുടെ കോൺടാക്റ്റുകൾ, ഗാലറി, ലൊക്കേഷൻ എന്നിവയിലേക്ക് ആക്സസ് ചോദിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ഒരു ലോൺ ആപ്പിന് സാധാരണയായി നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഫോട്ടോകളും കോൺടാക്റ്റുകളും ഉപയോഗിച്ചാണ് ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുത്. കർശന നിർദ്ദേശവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ബാലറ്റ് പേപ്പറുകളോ മറ്റ് രേഖകളോ സൂക്ഷിച്ചുള്ള മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ കർശന നിർദ്ദേശം നൽകി. പേരാമ്പ്ര, നെന്മാറ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. വോട്ടെണ്ണൽ നടപടികളുടെ സുതാര്യത ഉറപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ ഭരണാധികാരിയുടെ രേഖകൾ സൂക്ഷിച്ച JDD ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറ്റീരിയൽ റൂം തുറന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം അല്ലെന്നും സീൽ ചെയ്ത് മുറിയായിരുന്നില്ലെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വിശദീകരിച്ചു. എൻകോർ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി പരിശോധിക്കാനാണ് ഏപ്രിൽ 20 മുറി തുറന്നത്. LDF UDF പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നടപടിയെന്നും ഉച്ചയ്ക്ക് 1:50 മുറി തിരികെ പൂട്ടിയെന്നും കളക്ടർ വ്യക്തമാക്കി. EVM-കളും VVPAT-കളും സൂക്ഷിച്ചിരുന്ന 1-ാം നിലയിലെ അതീവ സുരക്ഷാ സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. എങ്കിലും ആശങ്കകൾ ഒഴിവാക്കാൻ വോട്ടെണ്ണൽ ദിവസം വരെ ഇത്തരം റൂമുകൾ തുറക്കരുത് ഒഴിവാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പുതിയ ഉത്തരവ്. അവനെ എല്ലാവരും കൂടി തള്ളിയിട്ട് കൊന്നതാ. കോളേജിലെത്തി നിതിൻ്റെ കുടുംബം.
കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിനെ അധ്യാപകർ കൊന്നതാണെന്ന് അച്ഛൻ രാജൻ. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഡെന്റൽ കോളേജെത്തിയ രാജൻ പറഞ്ഞു. നിതിൻ വീണുകിടന്ന സ്ഥലത്തെത്തി രാജൻ പൊട്ടിക്കരഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ മകനെ കൊന്നയാളാണെന്നും അതിനാൽ അദ്ദേഹത്തെ കാണില്ലെന്നും രാജൻ പറഞ്ഞു. എല്ലാവരും കൂടി എൻ്റെ മകനെ വിചാരണ ചെയ്തു. എല്ലാവരും കൂടി തള്ളിയിട്ട് കൊന്നതാണ്. അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജനെ കൂടാതെ നിതിൻ്റെ സഹോദരി രാഖി, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവരാണ് കോളേജിലെത്തിയത്. രാജൻ്റെ വിശദമായ മൊഴി അന്വേഷണ സംഘം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. പ്രിൻസിപ്പൽ ചേംബറിനകത്ത് നടത്തിയ വിചാരണയ്ക്ക് ശേഷമാണ് നിതിൻ മരിച്ചത്. ആ വിചാരണയാണ് മരണത്തിലേക്ക് നയിച്ചത്. അതിനാൽ കൂടുതൽ പ്രതികളെ ചേർക്കേണ്ടതുണ്ടെന്ന് നിതിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന. 69 കടകൾക്ക് നോട്ടീസ്. 5 കടകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പിൻ്റെ സ്ക്വാഡ് 97 സ്ക്വാഡുകൾ ജില്ലയിൽ വിവിധ ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വൃത്തി, ശുചിത്വം, ഹെൽത്ത് കാർഡ്, ലൈസൻസ്, ജലഗുണനിലവാര സർട്ടിഫിക്കറ്റ് എന്നിവയിൽ 69 സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരം ലീഗൽ നോട്ടീസ് നൽകി. ഹോട്ടൽ, ബേക്കറി, ജ്യൂസ് കട, തട്ടുകടകൾ ഉൾപ്പെടെ 5 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും നിർദ്ദേശിച്ചു. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, തട്ടുകടകൾ, കരിമ്പിൻ ജ്യൂസ് കടകൾ ഉൾപ്പെടെ 1245 സ്ഥാപനങ്ങളാണ് പരിശോധന നടത്തിയത്. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാതെ 70 കടകളിൽ നിന്ന് 14,800 രൂപ പുകവലി നിയമപ്രകാരം പിഴ ഈടാക്കി. ഭക്ഷ്യ ശുചിത്വം ഉറപ്പുവരുത്താൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധന ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർശനമാക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു. ജനവിധി തേടി തമിഴ്നാടും ബംഗാളും പരസ്യപ്രചാരണത്തിന് സമാപനം. പശ്ചിമബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പ്, തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇരു സംസ്ഥാനങ്ങളിലെയും ആവേശകരമായ പരസ്യ പ്രചാരണം ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിച്ചു. ഏപ്രിൽ 23-നാണ് പശ്ചിമബംഗാളിലെ ആദ്യഘട്ടവും തമിഴ്നാട്ടിലെ ഒറ്റഘട്ട വോട്ടെടുപ്പും നടക്കുന്നത്. ബംഗാളിലെ 152 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുന്നത്. SIR നടപടികൾക്ക് ശേഷം പുതുതായി 3.22 ലക്ഷം വോട്ടർമാരെ കൂടി ബംഗാളിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 29 നടക്കും. പ്രചാരണത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബംഗാളിലെ വിവിധ ഇടങ്ങളിൽ വൻ റാലികൾ സംഘടിപ്പിച്ചു. ഇടതു കേന്ദ്രങ്ങൾ വലിയ ആവേശത്തോടെയാണ് നീങ്ങുന്നത്. കേന്ദ്ര പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ബംഗാളിലെത്തി. ഡൽഹി മുഖ്യമന്ത്രി രേഖ് ഗുപ്ത ഉൾപ്പെടെയുള്ള പ്രമുഖ വനിതാ നേതാക്കളും BJPക്ക് വേണ്ടി പ്രചാരണത്തായി സംസ്ഥാനത്തെത്തി. അതേസമയം കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ പ്രചരണം ശക്തമാക്കി. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങൾക്കുള്ള പോരാട്ടം മുറുകയാണ്. സംസ്ഥാനത്തെ ഇതുവരെ 1212.74 കോടി രൂപയുടെ പണവും മറ്റ് സമ്മാനങ്ങളും പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഏപ്രിൽ 9-ന് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. മെയ് 4-നാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അപേക്ഷകരുടെ എണ്ണം 18 ലക്ഷം കടന്നു. ഏപ്രിൽ മാസത്തെ വിതരണം ഉടൻ. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഫെബ്രുവരിയിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ 10.05 ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ അത് 18.18 ലക്ഷമായി കുതിച്ചുയർന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കി വരികയാണ്. സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉള്ളത്. 2.55 ലക്ഷം പേർ. ഇതിൽ 2.4 ലക്ഷം പേർക്ക് ഇതിനോടകം പെൻഷൻ ലഭിച്ചു തുടങ്ങി. 1.91 ലക്ഷം അപേക്ഷകരായി തിരുവനന്തപുരം ജില്ലയാണ് 2ാം സ്ഥാനത്തുള്ളത്. ഇവിടെ 1.69 ലക്ഷം പേർക്ക് പെൻഷൻ അനുവദിച്ചു. ഏറ്റവും കുറവ് അപേക്ഷകരുള്ളത് പത്തനംതിട്ട ജില്ലയിൽ 51,479 പേരിൽ 44,850 പേർക്ക് പെൻഷൻ നൽകി വരുന്നു. ബാക്കിയുള്ള അപേക്ഷകളിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ വനിതാ അംഗങ്ങൾക്കാണ് പെൻഷന് അർഹതയുള്ളത്. 35 വയസ്സ് പൂർത്തിയായ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ റേഷൻ കാർഡിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്താൽ പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ല. അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18%
പലിശ സഹിതം തുക തിരിച്ച് ഈടാക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.